Praise the Lord. എന്തിനു വേണ്ടിയാണ് ഈ ലോകം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ സകലവും ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് അല്ലെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് സകലവും സൃഷ്ടിച്ചുണ്ടാക്കിയതെങ്കിലും പലപ്പോഴും ദൈവത്തിനല്ല മഹത്വം പോകുന്നത് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ സഭയില് എഴുന്നേറ്റ് ചെന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്നൊക്കെ ഭയങ്കര ഒച്ചത്തിൽ പറയുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് തന്നെ ഞാൻ മഹത്വം കൊടുക്കുന്നത്. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ അല്ലെ നമ്മൾ സ്തോത്രം പറയുമ്പോൾ അവിടെ നമ്മുടെ സ്തോത്രം പറച്ചിൽ ഇച്ചിരി നന്നായിരിക്കണം എന്നുള്ള ഒരു അറിയാത്തൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പോകും. നമ്മുടെ ജഡത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അറിയത്തില്ല എന്നുള്ള റിയാലിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ജഡത്തിന് ഒരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ എപ്പോൾ മഹത്വപ്പെടുത്തിയാലും അത് നമ്മുടെ ജഡത്തിൽ നിന്നാണെങ്കിൽ അത് നമ്മുടെ മഹത്വത്തിനായിട്ട് തന്നെ. അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ കോപത്തിന് കീഴിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു വേറൊരു സംഭവം. എന്നാൽ നമ്മൾ അറിയാതെ സംഭവിക്കുന്നുണ്ട്. അറിയാതെ സംഭവിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് നമ്മൾ അറിയാതെ മഹത്വം കൊടുക്കുമ്പോൾ അത് നമ്മുടെ മഹത്വത്തിനായി തന്നെ തീരുന്നുണ്ട്. അത് നമ്മളെ കാണിച്ചു തരുന്നത് ചിലവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇത് എന്റെ ജഡത്തിൽ നിന്നാണ് എന്നുള്ളത് ചിലർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് കാണിച്ചു തരുന്നത് തന്നെ അവർ കൂടുതൽ ദൈവത്തോട് ദൈവത്തിന് അവരുടെ നിസ്സഹായതയെ വെളിപ്പെട്ട് നിസ്സഹായതയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് അവർ വരണം എന്നുള്ളതിനാണ് ദൈവം പലപ്പോഴും ആത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവം എന്താണ് പറഞ്ഞത്? യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 48-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. ദൈവം ബൈബിളിൽ ഭയങ്കരമായിട്ട് ഇത്രയും ഇതായിട്ട് പറയുന്നത്, സ്ട്രിക്റ്റ് ആയിട്ട്, ഞാൻ എന്റെ മഹത്വം വേറെ ഒരുത്തനും കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് പുകഴുന്നത്. അതും പറയാനായിട്ട് ഇനി നമ്മൾ മറ്റുള്ളവരെയും കൂടെ പുകഴ്ത്തും. അതിനകത്ത് വേറൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ബഹുമാനം കണ്ടെത്തുന്നു. നമ്മൾ കൂടെ നിന്നവരെയും അല്ലെ നമ്മളെ സ്നേഹിക്കുന്നവരെയും ഒക്കെ നമ്മുടെ ബലഹീനതയാണത്. നമ്മൾ അറിയാതെ മഹത്വപ്പെടുത്തി പോകും. അല്ല, നമ്മുടെ ജഡം ഇങ്ങനെ അവരെ മഹത്വപ്പെടുത്താനായിട്ടൊരു ഒരു പ്രൊവോക്കേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. റോമാലേഖനം പറയുന്നത് ദൈവത്തിന്റെ തേജസ്സിനെ അവർ മലിനമാക്കി കളഞ്ഞു. അതായിരുന്നു ഏറ്റവും വലിയ ദൈവക്രോധം അവരിലേക്ക് വരാനുള്ള കാരണം. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കോപം ഭൂമിയിലേക്ക് വരാനുള്ള, മനുഷ്യരുടെ മേല് വരാനുള്ള ഏക കാരണം, അവർ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷേമുള്ള നാൽക്കാലി ഇഴജാതി പക്ഷി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ ഗ്ലോറിയെ, ദൈവത്തിന്റെ മഹത്വത്തെ എടുത്ത് മലിനമാക്കി കളഞ്ഞു. അതായിരുന്നു ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവാനുള്ള കാരണമായി തീർന്നത് എന്നാണ് ബൈബിള് പറയുന്നത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആവേശമുള്ളൊരു ഹൃദയം, അതാണ് ദൈവത്തെ അറിയുന്ന ഒരു ഹൃദയം. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആവേശമുള്ളൊരു ഹൃദയം, എല്ലാം ദൈവത്തെ ഹൃദയം കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ, അത് ആത്മാവിൽ നിന്ന് വരുന്ന ബോധ്യത്തിൽ നിന്ന് മഹത്വപ്പെടുത്തുവാൻ, അകത്ത മനുഷ്യന്റെ ഞെരുക്കത്തിൽ നിന്ന് മഹത്വപ്പെടുത്തുവാൻ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അത് ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥമായ ഒരു ദൈവത്തെ അറിഞ്ഞ് മഹത്വപ്പെടുത്തുന്ന, ആ മഹത്വപ്പെടുത്തുന്ന ആൾ ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ ആള് തന്നെ ആയിരിക്കും. ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞൊരാൾക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് അറിഞ്ഞൊരാൾക്ക്, തന്റെ ബലഹീനത എത്രയാണെന്ന് അറിഞ്ഞൊരാൾക്ക് മറ്റുള്ളവരുടെ ബലഹീനത, എന്റെ കൂടെ നിൽക്കുന്നവരുടെ ബലഹീനതയും കൂടെ മനസ്സിലാക്കണം. ഇന്ന് അതും മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. പ്രസംഗിക്കുന്ന എന്റെ ബലഹീനത നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ പാസ്റ്റർമാരുടെ ബലഹീനത മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലേ നിങ്ങൾ അവർക്ക് മഹത്വം കൊടുക്കും. അവർക്ക് മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്. അവര് വീഴുന്നതും നിങ്ങൾ കാരണമായി തീരും. അവര് ഇത്രേ ഉള്ളെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി വരും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റിനുമുള്ളവരുടെ ബലഹീനത മനസ്സിലാക്കാൻ, നമ്മുടെ ബലഹീനത. അപ്പൊ നമ്മുടെ ബലഹീനതയും ചുറ്റുമുള്ളവരുടെ ബലഹീനതയും മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തെ ഈ ബലഹീനതയിൽ നിന്ന് മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. എല്ലാം കർത്താവേ അങ്ങയുടെ നാമമഹത്വത്തിനെ അങ്ങ് ചെയ്യുന്നു, അങ്ങയുടെ ആത്മാവ് ചെയ്യുന്നു, ഞങ്ങൾ ആരും ഒന്നുമല്ല ചെയ്യുന്നത്, അങ്ങയുടെ ആത്മാവാണ് സകലവും ചെയ്യുന്നത്. ഒരു ജഡത്തിനും ഇനി ചെയ്യുന്ന പുകഴുവാൻ കഴിയത്തില്ല. ഉപദേശം പഠിപ്പിച്ചാക്കും കഴിയത്തില്ല, ഉപദേശം ഫോളോ ചെയ്താക്കും കഴിയത്തില്ല. സകലവും ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ദൈവം ചെയ്തിരിക്കുകയാണ്.
അപ്പൊ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്, പലരും വിചാരിക്കുന്ന ദൈവം എന്നെ തെരഞ്ഞെടുത്ത് എന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ്, എന്റെ നിലവിളി കണ്ടിട്ടാണ് അവൻ എന്നെ തെരഞ്ഞെടുത്തത്. അതൊന്നുമല്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ്. അവന്റെ മഹത്വം ഈ പാപികളായ ബലഹീനരായ ആൾക്കാരിലൂടെ വെളിപ്പെടുത്തണം. അത് വലിയ കാര്യമാണ്. നമ്മൾ അതൊരു ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ ചെന്ന് ചിന്തിക്കുമ്പോൾ, അയ്യേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ അങ്ങനെ ഉദ്ദേശത്തിന് മാത്രമോ? മഹാനായ ദൈവം, സകലത്തിനെ സൃഷ്ടിച്ച ദൈവം എന്നെ പോലൊരു എന്താ പറയുന്ന പാപിയെ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അത് വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ എന്നെ തെരഞ്ഞെടുത്ത് തന്നെ വലിയ കാര്യമാണ്. അത് എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 4 മുതലുള്ള വാക്യം. എന്തിനാണ് നമ്മളെ മുൻനിയമിച്ചത്? തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവം അവന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. 12-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? 12-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. 14-ാമത്തെ വാക്യം, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ തെരഞ്ഞെടുത്തതും നമ്മളെ വിളിച്ചതും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വേണ്ടി മാത്രമാണ്. അപ്പോൾ ദൈവിക പ്രവൃത്തികളിലുള്ള ഒരു ഉദ്ദേശം, അത് എല്ലാ മേഖലയിലും ആദ്യം മുതൽ സകലയും സൃഷ്ടിച്ച ആ സമയം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സകലതും മഹത്വത്തിനായിട്ട് തന്നെയാണ്. ശൂന്യതയിലാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന്, അതായത് സീറോയിൽ നിന്നാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സകലവും ദൈവം സൃഷ്ടിച്ചത്. അത് തന്നെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് തന്നെയാണ്. ദൈവം ഒന്നുമില്ലായ്മയിൽ ദൈവം സകലവും സൃഷ്ടിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-6 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാവോ? എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. എന്തിനായിട്ടാണ്? എന്റെ മഹത്വത്തിനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവിന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. കർത്താവിന്റെ മഹത്വത്തിനായിട്ട് അവൻ നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച എന്തിനു വേണ്ടിയാണ്? അത് സങ്കീർത്തനം 106-ന്റെ 7-8 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതും അവന്റെ മഹത്വത്തിനായിട്ട് അവൻ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിക്കാവോ? അത് സങ്കീർത്തനം 106-ന്റെ 7-8. തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. ജാതികളെ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതും അവരെ ശത്രുവിൽ നിന്ന് രക്ഷിച്ചതും അവരെ സംരക്ഷിച്ചതും എല്ലാം അവന്റെ നാമനിമിത്തം. അവന്റെ നാമം ദുഷിക്കരുത്, അവന്റെ നാമം ദുഷിച്ചു വരുന്നത്. അതാ മോശ പറഞ്ഞ, കർത്താവെ, നീ അവരെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഇട്ട് കൊന്നു കളഞ്ഞാൽ നിന്റെ നാമത്തിന് അത് ചീത്തപ്പേരുണ്ടാകത്തില്ലേ? അതും പിന്നെ പറയുന്നുണ്ട് ബൈബിളിനകത്ത് തന്നെ പലയിടത്തും. അത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അവന്റെ നാമത്തെ അശുദ്ധിയാക്കാതിരിക്കാൻ, അതിന് കോട്ടം വരാതിരിക്കാൻ, ജാതികളുടെ മുന്നിൽ ആ നാമത്തിന് കോട്ടം വരാതിരിക്കാൻ, വല്ല ജാതികളും എന്റെ നാമത്തെ ദുഷിക്കാതിരിക്കാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, വല്ല ജാതികളും എന്റെ നാമത്തെ ദുഷിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളെ അവിടെ വെച്ച് ഉപേക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ദുഷ്ടന്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിന്റെ നാമമഹത്വം ഇല്ലാതാവോ? മഹത്വം ഇല്ലാതാക്കുക. ഏതൊരു അവിശ്വാസി ദൈവത്തെ വിശ്വസിച്ചില്ല, നമ്മൾ സുവിശേഷം പറഞ്ഞു, ദൈവത്തെ വിശ്വസിച്ചില്ല, ദൈവത്തെ അപമാനപ്പെടുത്തി എന്നും പറഞ്ഞ് ദൈവത്തിന്റെ നാമം മഹത്വം ഇല്ലാതാവോ? ഈ C.S. ലൂയിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഭ്രാന്തൻ സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ തന്റെ ചുവരില്, താൻ കിടക്കുന്ന സെല്ലിന്റെ ചുവരില് ഈ ഡാർക്ക്നെസ്, ഇരുട്ടെന്ന് എഴുതി വെച്ചതുകൊണ്ട് ആ സൂര്യന്റെ വെളിച്ചം ഇല്ലാതാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു അവിശ്വാസി ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ഇത് ദൈവമല്ല എന്ന് പറയുന്നത് കൊണ്ടോ, വാക്കുകളോണ്ട് എന്ത് പറഞ്ഞതുകൊണ്ടോ തന്റെ മഹത്വം ഇല്ലാതായി മാറുന്നില്ല എന്ന് C.S. ലൂയിസ് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കും, തിന്മയായാലും നന്മയായാലും എല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തന്നെയാണ് തീരുന്നത് അവസാനം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വമാണ് എല്ലാത്തിലൂടെയും വെളിപ്പെടുന്നത്. നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ, ഇനി ഫറവോനെ കർത്താവ് ഇസ്രായേൽ ജനങ്ങളുടെ പുറമെ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾക്കെതിരെ ഉയർത്തിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? റോമാലേഖനം 9-ന്റെ 17-ാമത്തെ വാക്യം. ഇതിനെ ഓടിച്ചിട്ട് പോവുകയാണ്. കുറച്ച് സാവധാനത്തെ പോകേണ്ടതായിരുന്നു, പക്ഷെ സമയം അതിക്രമിച്ചതുകൊണ്ട്. റോമാലേഖനം 9-ന്റെ 17 ഒന്ന് വായിക്കാവോ? ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അപ്പോൾ ഫറവോന്റെ മുന്നിൽ, ഫറവോനെ ഇസ്രായേൽ ജനങ്ങളുടെ നേരെ
ഉയർത്തിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ ബറവോൻ ദൈവത്തിന്റെ ശക്തിയെ, മഹത്വത്തെ കാണേണ്ടതിന് വേണ്ടിയായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ബറവന്മാരും പൊങ്ങി വരുന്നത് ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മുന്നിൽ നിങ്ങളിലൂടെ വെളിപ്പെട്ട് വരേണ്ടതിനാ. അതുകൊണ്ട് മുമ്പിലുള്ള മതിലുകളെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ, ഈ ബലഹീനരായ നമ്മളിലൂടെ വെളിപ്പെടും. നേരത്തെ ആന്റി പറഞ്ഞതുപോലെ ആ കല്യാണം കംപ്ലീറ്റ് ആയിട്ട് ദൈവം നടത്തി എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അവിടെ അവരുടെ ബലം ഒന്നുമല്ല, ദൈവത്തിന്റെ ശക്തിയാണ് ഫുൾ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പഴയ പ്രശ്നങ്ങളും വരുമ്പോൾ, ഈ ബറവോന്മാരൊക്കെ പൊങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി മാത്രമാണ് എന്ന് പലരും ജഡത്തില് ഈ ബറവോന്റെ മുന്നിലേക്ക് ഭയങ്കര ബലത്തോടൊക്കെ ചെല്ലാൻ നോക്കും. അതുപോലെ തന്നെ പിശാചിനോട് എതിർത്തിരിക്കുന്ന പലപ്പോഴും പല ആൾക്കാരും അവരവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, ദൈവത്തിന്റെ ശക്തിയാൽ അല്ലാതെ നമുക്ക് ഇതിനെയൊന്നും എതിർത്തിരിക്കാൻ കഴിയത്തില്ല. എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തി. അപ്പോൾ ദൈവത്തിനെ ആശ്രയിക്കേണ്ടതിന് വേണ്ടിയും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നതും, ശത്രുവിന്റെ മുമ്പിലായിരിക്കുന്നതും, ശത്രു ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്നതും, നമ്മൾ അവന്റെ മുമ്പില് ഇരിക്കുന്നതും, നമ്മൾ എന്താ പറയുന്നത്, ചെന്നായുടെ മുമ്പിൽ ആട്ടിൻകുട്ടിയെ പോലെ ആയിരിക്കുന്നതും എല്ലാം നമ്മളിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. നമ്മുടെ ബലഹീനത. അതുപോലെ ഇസ്രായേൽ ജനങ്ങള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അവർ യുദ്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ അവരില് വെളിപ്പെട്ട ശക്തി ആരുടെയാണ്? ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം സൈന്യത്തിന്റെ സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ് പലപ്പോഴും അവിടെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് അവർക്കെതിരെ ശത്രുക്കൾ വരുന്നതും എല്ലാം അവരെ ഉപദ്രവിക്കുന്നതും എല്ലാം. അവിടെ എല്ലാം നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ശക്തി അതിലൂടെയൊക്കെ വെളിപ്പെടുന്നതാണ്. അപ്പോൾ പല പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ പല പ്രതികൂലങ്ങളുടെയും ഉദ്ദേശം ദൈവിക ശക്തി നമ്മൾ വെളിപ്പെടുന്നത്. അപ്പൊ നിസ്സഹായത വരുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. നമ്മൾ ഭയങ്കര ദുർബലരായിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ദൈവത്തിന്റെ ബലം നമ്മൾ വെളിപ്പെട്ട് വരേണ്ടതിന് നമ്മൾ ദുർബലരായി തന്നെ ഇരിക്കുന്നത് നല്ലതാണ്. ഞാൻ നോക്കുമ്പോൾ എന്നിൽ ഒരു ബലവും കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കിയപ്പോൾ എനിക്ക് ഒരു കഴിവുമില്ല, ഒരു കാര്യത്തിലും ഒരു കഴിവില്ല. ഉള്ള കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നുന്നു. നേരത്തെ കുറച്ച് ചില ഏരിയയിലൊക്കെ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, ആ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഭയങ്കര നിരാശപ്പെട്ടു. അയ്യോ ദൈവമേ, ഒരു കഴിവില്ലല്ലോ. ഇപ്പൊ ഒരു കാര്യം, ഒരു ഡിസിഷൻ എടുക്കാൻ പോലും കഴിവില്ല, ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. അപ്പോഴേ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്കും മതി. അപ്പൊ ഞാനിങ്ങനെ റൂമിൽ ഇരിക്കുമ്പോഴായിരുന്നു അത്, നീ ആകുന്നത് ദൈവകൃപയാവുന്നു. എന്തേലും ഉണ്ടെങ്കിൽ അത് ദൈവകൃപയാണ്. അപ്പോൾ ബലഹീനതയിൽ നിറഞ്ഞിരിക്കുന്ന മുഴുവനും കൃപയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, മനുഷ്യന്റെ ശക്തിയല്ല. അപ്പൊ നമ്മുടെ ബലഹീനത ദൈവത്തിന്റെ ശക്തി തികയുവാൻ ഇടയായി തീരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ ബലഹീനരായിരിക്കുന്നതും, ദൈവം പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയാത്ത ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നതും നമ്മൾ ദൈവനാമ മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയാണ്, ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവനാമ മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ ലൈഫ് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ നമ്മളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളൊന്ന് വായിക്കാവോ? ഇസ്രായേൽ ഗൃഹമേ, മരുഭൂമിയിൽ വെച്ച് എന്നോട് മത്സരിച്ചു. അവർ എന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെ എന്റെ വിധികളെ ധിക്കരിച്ചു. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എന്റെ ശബ്ബത്തുകളെയും അവർ ഏറ്റവും അശുദ്ധമാക്കി. ആകയാൽ ഞാൻ മരുഭൂമിയിൽ വെച്ച് എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് അവരെ സംഹരിക്കുമെന്ന് അരുളിച്ചെയ്തു. എങ്കിലും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട ജാതികളുടെ മുമ്പാകെ എന്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിന് തന്നെ. ദൈവം ഭയങ്കര തന്റെ നാമത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുണ്ട്. നാമം അശുദ്ധമാകാതിരിക്കാൻ നോക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ പേര് ചീത്തയായിരുന്നെന്നാണ് നോക്കുന്നത്. ദൈവത്തിന്റെ പേര് ചീത്തയായാലൊന്നും ഒരു വിഷയമല്ല. എന്റെ പേര് ചീത്തയായത്, ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ തെറ്റുപറ്റിപ്പോയി, എന്റെ പ്രസംഗം ശരിയായിരിക്കണം, അതുള്ള ഒരു പ്രസംഗിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട് ആ പ്രശ്നം. പേര് ചീത്തയാകരുത്. ഇവർ പ്രസംഗിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാത്തിനകത്തും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേര് മോശമായിരുന്നു, അല്ലെ നമ്മൾ ചെയ്തത് തെറ്റായി പോയെന്ന് 4 പേര് പറയാനിടയായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വം
നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു കൺസേൺ ഒന്നും ആർക്കെങ്കിലും ഹൃദയത്തിൽ നിന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യനും തോന്നത്തില്ല. കാരണം ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നത് സഹിക്കാൻ പറ്റാത്തത് ഒന്ന് ദൈവത്തിനും പിന്നെ ദൈവത്തിനും, വേറെ ആർക്കും ഇല്ല. ദൈവത്തിന് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നത് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ കർത്താവ് എങ്ങനെയായിരുന്നു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാമത്തെ വാക്യം. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വത്തെ അന്വേഷിക്കുന്നു. തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. കർത്താവ് ലോകത്തില് എങ്ങനെയായിരുന്നു? പിതാവിന്റെ മഹത്വം മാത്രം അന്വേഷിച്ചിരുന്നു. സ്വന്തം മഹത്വത്തെ അന്വേഷിച്ചതേ ഇല്ല. പിതാവിന്റെ മഹത്വം മാത്രമാണ് അന്വേഷിച്ചിരിക്കുന്നത്. നമ്മളും നമ്മുടെ ഗ്ലോറി അല്ല അന്വേഷിക്കേണ്ടത്, ദൈവത്തിന്റെ ഗ്ലോറിയാണ് അന്വേഷിക്കുന്നത്. എന്റെ ലൈഫിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നുവെങ്കിൽ അതിന് സ്തോത്രം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ സീറോ ആയിരിക്കുമ്പോൾ തന്നെയാണ്, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെയാണ്, നമ്മൾ തകർന്നിരിക്കുമ്പോൾ തന്നെയാണ് എല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുള്ളൂ. നമ്മൾ ഭയങ്കര നീതിമാന്മാരായിരിക്കുമ്പോഴാണോ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്? അല്ല, ബലഹീനരും പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് എന്നിലൂടെ ദൈവത്തിന്റെ കൃപ എത്ര ഉണ്ടെന്ന് ലോകം അറിയുന്നതും സഹോദരങ്ങൾ അറിയുന്നതും. യവനെ പോലൊരു ഒരുത്തനെ ദൈവം തെരഞ്ഞെടുത്തല്ലോ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പാപികളിൽ ഒന്നാമനായി എന്നെ ദൈവം തെരഞ്ഞെടുക്കാൻ കാരണം എന്താ? ദൈവത്തിന്റെ ദീർഘക്ഷമയും കരുണയൊക്കെ എത്ര വലുതാണെന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടതിന് വേണ്ടിയാണ്, അല്ലെ? അതാണ് പൗലോസ് പറയുന്നത്. നമുക്കറിയാം എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തു തന്നു. അതുപോലെ മത്തായിയുടെ സുവിശേഷം 5:16 പറയുന്നത്, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ. അപ്പോൾ നമ്മുടെ സൽപ്രവൃത്തി എന്തിനു വേണ്ടിയാണ്? സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അല്ലാതെ എന്റെ പ്രവൃത്തി കണ്ടിട്ട് കൊള്ളാം, അവര് കൊള്ളാം, എവര് കൊള്ളാം എന്ന് മഹത്വപ്പെടുന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്തിനാണ് നമ്മുടെ പേര് മഹത്വപ്പെടാതിരിക്കുന്നത്? എങ്ങനെയാണ് അത് മഹത്വപ്പെടാതിരിക്കുന്നത്? അതിന് വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ബലഹീനത ചുറ്റിലുള്ളവർ കാണണം, അതിനെ കവർ ചെയ്യരുത്. എന്റെ ബലഹീനത എന്റെ സഹോദരങ്ങൾ അറിയുക തന്നെ വേണം. കാരണം എന്നിലൂടെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാണ് എന്നും പലപ്പോഴും മനസ്സിലാകത്തുള്ളൂ. എന്നും പറഞ്ഞ് ഞാൻ പാപം ചെയ്ത് നടക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ ബലഹീനത മറ്റുള്ളവർ മനസ്സിലാക്കണം. ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ളത് എന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ശക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാലേ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നും ദൈവത്തിന് മഹത്വം പോകത്തും ചെയ്തോളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും അത് വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5:44 നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കർത്താവ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:44 തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്തത് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പിക്കാൻ കഴിയും? തമ്മിൽ ബഹുമാനം അന്വേഷിക്കുന്നത് അത് പരസ്പരം മഹത്വപ്പെടുത്തതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മഹത്വപ്പെടുത്തും. കൂടുള്ള ആൾക്കാരെ പൊക്കി പറയും. നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ ദൈവത്തിനെ മാത്രം മഹത്വപ്പെടുത്തുക, മനുഷ്യരെ മഹത്വപ്പെടുത്തേണ്ട കാര്യമില്ല. മനുഷ്യനെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യനെ മാത്രം മഹത്വപ്പെടുത്തുക, ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ഈ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ആത്മാവിനാൽ അത് ചിന്തിക്കുമ്പോഴേ, ദൈവത്തിന്റെ വിസ്ഡത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എന്താണ്, അല്ലെ നമുക്ക് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് എന്റെ ഉള്ളിൽ മഹത്വം ഉണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് നമ്മൾ ഒഴിയും. ആ സീരിയസ്നെസ് മനസ്സിലാകത്തില്ല. അത് ആത്മാവ് ഉള്ളില് ബോധ്യം കൊടുത്തെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തതിനുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോഴേ നമ്മള് പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് മഹത്വം കൊടുക്കുകയും അല്ലെങ്കിൽ നമുക്ക് തന്നെ മഹത്വം കൊടുക്കുകയും ആണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? ഈ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അനുസരണം വരുന്നു. ഈ അനുസരണം വരുന്നത് തന്നെ ഇപ്പൊ ക്രിസ്തുവിന്റെ അനുസരണം അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നത്, അത് സ്വന്തം മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ആത്മീയ ജീവിതം സ്വന്തം മഹത്വത്തിന് വേണ്ടി ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരുണ്ട്. അറിയോ? അതായത് ഞാനിപ്പോൾ ക്രിസ്തുവിനെ പോലെ സംസാരിക്കുകയും ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തൊരു എളിമയാണ്, എന്തൊരു ഹംബിൾനെസ് ആണ് അർജുന്. ഇങ്ങനെയൊക്കെ വിശുദ്ധത്തോടൊക്കെ സംസാരിക്കാൻ കഴിയോ? എന്റെ പാട്ടൊക്കെ അടിപൊളി പാട്ട്, ഭയങ്കര ഗ്രേസ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ മനസ്സിനും തോന്നാം ഗ്രേസ് ഒക്കെ. അത് ഗ്രേസ് ഒരിക്കലും എന്റെ ആത്മാവിൽ നിന്ന് വരണമെന്നൊന്നുമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ഞാൻ സംസാരിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും എന്റെ വചനം കേൾക്കുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് തോന്നാം. അക്സെപ്റ്റ് ചെയ്യാം. ഇതൊക്കെ എന്നെയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, എന്റെ മഹത്വമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അവിടെ എല്ലാം എന്റെ ഗ്ലോറിയാണ് വരുന്നത്, ദൈവത്തിന്റെ ഗ്ലോറി അല്ല വരുന്നത്.
എന്റെ ബല എന്റെ എന്താണ് കാണുന്നത്? എന്റെ മഹത്വമാണ് കാണുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഈ കഷ്ടം അനുഭവിച്ചിട്ട് അനുസരണം തയ്ക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ കഷ്ടം അനുഭവിക്കുമ്പോൾ മഹത്വമൊക്കെ ദൈവത്തിനല്ല, അത് അവർക്ക് തന്നെ കൊടുക്കാനാണ്. അത് അവരിൽ ഒരു ജഡത്തിന്റെ ഒരു സ്വയത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടോ അല്ലെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഭയങ്കര അനുസരണം കാണിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി അങ്ങനെ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് മാത്രം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ബലഹീനതയാണ് എന്ന് കൺഫസ് ചെയ്ത്, എന്റെ സഹോദര, നിങ്ങൾ ഒരു നാമം എന്നെ പറ്റി പൊക്കി പറയരുത്. ഞാനിവിടെ പൗലോസ് ഷർട്ട് വലിച്ചു കീറിയതുപോലെ വലിച്ചു കീറി ദൂരത്ത് കളഞ്ഞ് നിങ്ങൾ എന്ത് പറയുന്നേ, എന്നെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത് ഭയത്തോടെയും വിറയലോടെയും പറയാൻ ഈ മഹത്വം ആത്മാവിനാൽ വെളിപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഒന്ന് പൊങ്ങാൻ പോലും പറ്റത്തില്ല, ഒന്ന് ശ്വാസം എടുത്ത് ചിരിക്കാൻ പോലും പറ്റത്തില്ല. എന്റെ ലൈഫിൽ അങ്ങനെ കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നും പറഞ്ഞ ഞാൻ നല്ല ആളൊന്നുമല്ല, മോശം ആളായോണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം ഈ മോശം പിടിച്ച് എന്നെ ഇപ്പോഴും ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുണമില്ലാത്ത തന്നെ ഈ ആൾക്കാർ, പലപ്പോഴും എന്നേക്കാൾ മുതിർന്ന ആൾക്കാര് വചനം കേൾക്കാൻ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് ലജ്ജയൊക്കെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. എന്റെ ഉള്ളിൽ ദൈവം ആ സമയത്ത് എന്റെ ഹൃദയം തകർന്നു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താ കാരണം? ദൈവകൃപയാണ് എന്ന് പൂർണ്ണമായും ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയുമ്പോ തന്നെ ഒരു സ്വയം പൊങ്കലുണ്ടല്ലേ. അത് നമ്മുടെ ഉള്ളിൽ അറിയാതെ സാധനം വരും. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ നമ്മുടെയോ നമ്മുടെ പ്രവൃത്തികളെയോ ഒന്നും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനോ മഹത്വപ്പെടുത്തുവാനോ കഴിയുകയില്ല. നീതിയുടെ ബലം പോലും നമ്മൾ നന്നായി നോക്കുക, നമ്മൾ സ്വയം പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബലം തന്നെ, നീതിയുടെ ബലമല്ല, അത് അനുസരണമല്ല, അത് ക്രിസ്തുവിന്റെ ബലമല്ല. ഈ രണ്ടിന്റെ റൂട്ട് മനസ്സിലായാൽ മനസ്സിലാവും. രണ്ടുപേര് ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടുപേരുടെയും ജീവിതം ഒരേപോലെ തന്നെ, ഒരേപോലെ പ്രസംഗം. എവരുടെ ബലം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ചിലപ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന കാണാൻ കഴിയും. പക്ഷെ രണ്ടിന്റെ റൂട്ട് ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഒന്നിന്റെ റൂട്ട് സ്വന്തം മഹത്വത്തെ അന്വേഷിക്കുന്നതും മറ്റൊന്നിന്റെ റൂട്ട് ദൈവത്തിന്റെ മഹത്വത്തെ അന്വേഷിക്കുന്നതുമാണ്. ഈ രണ്ട് വ്യക്തികളിൽ ഒരാള് യഥാർത്ഥമായും ദൈവത്തിന്റെ ദൈവത്തിന്റെ നീതി കണ്ട് ടോക്കൺ ഹാർട്ടിൽ നിന്ന് ദൈവത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവിൽ ക്രിസ്തുവിൽ വേരൂന്നിയുള്ള ഫലങ്ങളാണ് ഒരാളിൽ നിന്ന് വരുന്നത്. മറ്റൊരാളിൽ നിന്ന് വരുന്നത് അയാൾ സ്വന്തം നീതി തന്നെ കണ്ടിട്ട് സ്വന്തം മഹത്വത്തിൽ, സ്വന്തം ഹൃദയത്തിൽ, സ്വന്തം ആഗ്രഹത്തിൽ തന്നെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു താഴ്മയിൽ രസിക്കുന്നവനെ, മറ്റുള്ളവന്റെ മുന്നിൽ ഒരു വലിയ മഹത്വമുള്ള ഒരു ജീവിതം ജീവിക്കുന്നവനായി കാണണം എന്നുള്ള ആഗ്രഹത്തിൽ സ്വന്തത്തിൽ വേരൂന്നിയാണ് മറ്റൊരാള് ബലം കായ്ക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും റൂട്ട് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് സ്വന്തം മഹത്വത്തിലും മറ്റൊന്ന് ദൈവത്തിന്റെ മഹത്വത്തിലും വേരൂന്നിയുള്ള പ്രവൃത്തികളാണ്. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത്. അപ്പോൾ കാഴ്ചയിൽ നോക്കുമ്പോൾ രണ്ടും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി ഓടുന്നു രണ്ടുപേരും. പക്ഷെ റൂട്ട് നോക്കുമ്പോൾ ഒരാൾ സ്വന്തം മഹത്വം അന്വേഷിച്ചുകൊണ്ട് സ്വന്തം പ്രവൃത്തികൾ ചെയ്യുന്നു, മറ്റൊരാൾ സ്വന്തം മഹത്വമല്ല ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് സകലവും ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജഡത്തിന് എന്താണ് ആഗ്രഹം? നമ്മളെ പൊക്കി പറയുന്നതാണ്. നിങ്ങൾ എത്ര പറഞ്ഞാലും, ഇനി എത്ര നിങ്ങളെ തന്നെ അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഇല്ല വെറുതെ എന്നൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നു എന്ന് അത്രേ ഉള്ളൂ. ഞാനും അത് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, മിണ്ടാതിരിക്കണം, നീ ഇച്ചിരി സ്വയം പൊങ്ങിയാണെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിക്കാറുണ്ട്, അത് ശരിയല്ലേ അവര് പറഞ്ഞത്, എന്താ മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. അപ്പോഴും നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് നമ്മുടെ ജഡത്തിന് എപ്പോഴും ഉള്ള ഒരു ആഗ്രഹം, നമ്മളെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അത് പിശാച് നമ്മളെ യൂസ് ചെയ്യുന്നതാണ്. പിശാച് നമ്മളെ കൺവിൻസ് ചെയ്ത് എങ്ങനെയായിരുന്നു ആദാമിനെ ഹവ്വയും ദൈവത്തെ പോലെ ആകാമെന്നുള്ളത്. നമുക്കറിയാതെ നമ്മുടെ ജഡത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ഈ ദൈവത്തിന്റെ ഒരു ഗ്ലോറി, അതിനൊരു മഹത്വത്തിന്റെ ആ മഹത്വത്തോടുള്ള ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന, ആൾക്കാർ എന്നെ പറ്റി എന്റെ നാമത്തെ ഉയർത്തണം, എന്റെ നാമത്തെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം, എന്റെ പ്രസംഗം എല്ലാവരും കേൾക്കണം, എന്നെ ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കണം, എന്നെ ആൾക്കാർ കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഒരു വാക്യോടെ വായിച്ചിട്ട് ഹബക്കൂക്ക് 2:14 ഒന്ന് വായിക്കാ. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിലും പരിജ്ഞാനത്തിലും പൂർണ്ണമാകും, ഒരു നാളാകും. എന്നാണത്? റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 21:23-24.
ദൈവത്തിന്റെ തേജസ് സൂര്യനെ മാറ്റിക്കളയുന്നു, ഇനി ഇരുളില്ല. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെടുന്ന ഒരു ഭൂമി, അത് തന്നെയാണ് ഹബക്കൂക്കിനകത്ത് പറയുന്നത്. ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെടുന്ന. അവിടെ വിളക്കാരാണ്? കുഞ്ഞാടാണ് വിളക്ക്. കുഞ്ഞാടതിന് വിളക്കാണേ, കേട്ടിട്ടില്ലേ? ഇരുളൊരു ലേശവും അതിവിടെ ഇല്ല. അവിടെ വിളക്ക് തേജസ്സിന്റെ പ്രഭയായ കുഞ്ഞാടാണ്. എബ്രായ ലേഖനം പറയാൻ തേജസ്സിന്റെ പ്രഭയായ കുഞ്ഞാട്. അപ്പോൾ ആ മഹത്വത്തിന്റെ നിറവിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരിക്കൽ ദൈവം സകലവും ദൈവത്തിന്റെ തേജസ്സിനാൽ മഹത്വത്തിനാലും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. മനുഷ്യന്റെ പാപം നിമിത്തം ആ തേജസ് അത് ഭൂമിയിൽ നിന്ന് വിട്ടുമാറിപ്പോയി, മനുഷ്യരിൽ നിന്ന് വിട്ടുമാറിപ്പോയി. ഇനി പുത്രന്റെ ഒരിക്കലും നശിച്ചു പോകാത്തതും മാറിപ്പോകാത്തതുമായ നിത്യ തേജസ്സിനാൽ നിറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സകലവും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അവന്റെ മഹത്വത്താൽ നിറയപ്പെടേണ്ടതിനു വേണ്ടിയും മഹത്വത്തിനായിട്ടുമാണ്. എല്ലാം അവന്റെ നാമമഹത്വത്തിനായി തീരണം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യോഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാം മഹത്വത്തിനായി തീരണമെന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ മഹത്വപ്പെടുത്തുന്ന മഹത്വത്തിന് ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ യഥാർത്ഥ കൺവിക്ഷനോടെ ആ മഹത്വം മാത്രമേ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.